അതെ, ഒരു പ്രശ്നമുണ്ടല്ലോ ബ്രോ. ഇനി എന്താ പ്രശ്നം? അല്ല, ഡ്യൂട്ടി കഴിയുമ്പോ ഈ യൂണിഫോമും ബാഗും എന്ത് ചെയ്യും? ഇതുമായിട്ട് എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റില്ലല്ലോ. ഓ, പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഒരു വഴിയുണ്ട്. ഞാൻ നമ്മുടെ തുഷാര ഡ്രൈവിനിലെ മാനേജർ മോഹനേട്ടനോടൊന്ന് പറയാം. ബാഗും യൂണിഫോമും അവിടെ സൂക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. എന്താ? ഓക്കെ, അത് മതി. അല്ല സുഹൃത്തെ, എനിക്കൊരു സംശയം. തന്റെ വീട്ടുകാരെങ്ങാനും തന്നെ ഈ വേഷത്തിൽ കണ്ട ഇയാൾക്ക് ജോലി വാങ്ങി തന്നതിന് എല്ലാരും കൂടെ എന്നെ പഞ്ഞിക്കിടുവോ? അതോർത്ത് ചേട്ടൻ പേടിക്കണ്ട. അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അയ്യോ ഈശ്വര, താൻ പരമാവധി പിടികൊടുക്കാതെ നോക്കണേ. ഞാൻ ഏറ്റുന്നേ. ബ്രോ ധൈര്യമായിട്ടിരിക്കെ. ചേട്ടൻ ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. ആഹാ, കൈനീട്ടം കിട്ടിയല്ലോ. ശ്രീ വിനായക ഹോട്ടൽ, അരിസ്റ്റോ ജംഗ്ഷൻ. അപ്പോൾ നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. ഉച്ചയ്ക്ക് നമുക്ക് ഇവിടെ കാണാം. അവിടെ ചെന്ന് ID കോഡ് പറഞ്ഞാൽ മതി. ശരി. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഈ നഗരത്തിലേക്ക് വന്ന ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായത് എ കാം ആൻഡ് കൂൾ പ്ലേസ്. മാളവിക ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഡെയ്സി ടീച്ചറേയും കൊണ്ട് വെറുതെ കറങ്ങാനിറങ്ങും. മമ്മിക്ക് തിരക്കും ബഹളമൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് മിക്കവാറും സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയുള്ള റോഡിലൂടെയാവും കറക്കം. അങ്ങനെ ഒരു കറക്കത്തിനിടയിൽ വന്ന് പെട്ടതാ ഇവിടെ. ടീച്ചർക്കും ഈ സ്ഥലം അങ്ങ് നന്നേ ബോധിച്ചു. ഇപ്പോ ഡ്രൈവിങ്ങിന് പോവാന്ന് പറഞ്ഞ് ആദ്യം പറയും നേരെ ഇങ്ങോട്ട് വിട്ടോളാൻ. പിന്നെ വന്ന് എനിക്കും ഇവിടെ അങ്ങ് ഇഷ്ടമായി. വല്ലാത്തൊരു പോസിറ്റീവ് വൈബുണ്ട് ഇവിടെ. ഡോക്ടർക്ക് എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? യെസ്, ഐ എം കമ്മിങ് ടു ഇറ്റ്. മാളവികയോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, തൻ്റെ ഫ്രണ്ട് അപ്പുവിനെ കുറിച്ച്, ആ കുട്ടിയുടെ പ്രോബ്ലത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷേ കിട്ടിയ ചെറിയ ചെറിയ സൂചനകൾ വെച്ച് ആ കുട്ടിയെ എന്തോ ഒരു വലിയ പ്രോബ്ലം അലട്ടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് ടീച്ചറേയും കൂടി ചേർത്താണ് കേട്ടോ. അപ്പുവിനെ കണ്ട ദ വെരി ഫസ്റ്റ് ഡേ മുതൽ എനിക്ക് ആ കുട്ടിയുടെ രൂപവും പെരുമാറ്റവും ഒക്കെ മുമ്പ് എവിടെയോ കണ്ട് പരിചയമുള്ള ഒരാളുമായിട്ട് നല്ല സാമ്യം തോന്നി. പക്ഷെ അത് ആരുമായിട്ടാണെന്ന് പെട്ടെന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് അപ്പുവുമായി സാദൃശ്യമുള്ള ആ മുഖം ഓർമ്മ വന്നത്. ആരായിരുന്നു അത്? ബാംഗ്ലൂരിൽ മെഡിസിൻ എൻ്റെ ഒപ്പം ഒരു കുട്ടിയുണ്ടായിരുന്നു, ഒരു സാറാ മറിയ. ഹെയർ കട്ടിലും ബോഡി ലാംഗ്വേജിലും ഒക്കെ തൻ്റെ അപ്പുവുമായി നല്ല റിസംബ്ലൻസ് ഉണ്ടായിരുന്നു സാറയ്ക്ക്. സാറ ആരോടും അധികം സംസാരിക്കാറില്ലായിരുന്നു. എപ്പോഴും തനിച്ചിരിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും ഇഷ്ടപ്പെട്ടിരുന്നു. എന്നെപ്പോലെ ഒരു സിംഗിൾ പാരന്റ് ചൈൽഡാണെന്ന് അറിഞ്ഞതുകൊണ്ടാവാം ആ കുട്ടിയോട് എനിക്കൊരു ഇഷ്ടം തോന്നിയിരുന്നു. അതൊരു ക്രഷൊന്നും അല്ലായിരുന്നു കേട്ടോ. എന്തോ ആ കുട്ടിയോട് കൂടുതൽ അടുക്കണമെന്നും നല്ല ഫ്രണ്ട്സ് ആവണമെന്നും ഒരു താല്പര്യം, അത്രമാത്രം. പക്ഷേ സാറ് ഒരിക്കലും എനിക്ക് പിടി തന്നില്ല. എനിക്ക് മാത്രമല്ല, ആർക്കും. എല്ലാവരിൽ നിന്നും കൃത്യമായി അകലം പാലിച്ച് ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ. സാറാ മറിയ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതൊരു സൂയിസൈഡായിരുന്നു. 3
ഒന്നാം വർഷത്തിലെ ക്രിസ്മസ് വെക്കേഷന് മറ്റു കുട്ടികളെല്ലാം വീട്ടിലേക്ക് പോയപ്പോൾ ഹോസ്റ്റൽ കോമ്പൗണ്ടിലെ നിറയെ പൂത്തു നിന്ന ഒരു ഗുൽമോഹർ മരത്തിന്റെ ചില്ലയിൽ സാറ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. അത്രയും വലിയൊരു മരത്തിൽ അവൾ എങ്ങനെ കയറിയെന്നോ എന്തിനത് ചെയ്തുവെന്നോ ഇപ്പോഴും ആർക്കും അറിയില്ല. നിറയെ ചുവപ്പ് പൂക്കളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇളം നീല വേഷത്തിൽ തൂങ്ങി നിൽക്കുന്ന സാറയുടെ ആരോ പകർത്തിയ ചിത്രം കുറച്ചുനാൾ ക്യാമ്പസിൽ സ്റ്റുഡൻസിൻ്റെ ഫോണിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലം ഞാനും അത് സേവ് ചെയ്ത് വെച്ചു. പിന്നെ എപ്പോഴോ സാറ് ഡിലീറ്റായി പോയി, ഫോണിൽ നിന്നും പിന്നെ മനസ്സിൽ നിന്നും. സാറയുടെ കഥ പറഞ്ഞ് ഞാൻ തൻ്റെ ഉള്ള മൂടും കൂടി സ്പോയിലാക്കിയെന്നറിയാം. പക്ഷേ ഞാനിപ്പോൾ ഇത് തന്നോട് പറഞ്ഞത് മനഃപൂർവ്വം തന്നെ. വർഷങ്ങൾക്ക് ശേഷം സാറയുടെ അതേ മുഖഛായയുള്ള അപ്പുവിനെ കണ്ടപ്പോൾ, ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഊഹിച്ചപ്പോൾ എപ്പോഴോ ഡിലീറ്റായി പോയ ആ ചിത്രം ഓർമ്മ വന്നു. ഇപ്പോ സാറയ്ക്കും അപ്പൂനും ഒരേ മുഖമാണ്. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അന്ന് സാറ എന്തിനത് ചെയ്തുവെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. നാളെ അപ്പു അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ആ കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്കറിയണം. എങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കാൻ എനിക്ക് കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. അപ്പവും ഒരിക്കൽ അതിന് ശ്രമിച്ചതാ. ഭാഗ്യം കൊണ്ട് മാത്രം അവളെന്ന് രക്ഷപ്പെട്ടത്. യെസ്, ഞാനത് അറിഞ്ഞു. തൻ്റെ അച്ഛനും അമ്മയും ടീച്ചറിനോട് ആ ഇൻസിഡൻറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ കാരണം മാത്രം പറഞ്ഞില്ല. എപ്പോഴെങ്കിലും വിജയങ്ങളോ ഗീതേൻ്റെയോ അപ്പുവിൻ്റെ റിയൽ പ്രോബ്ലം എന്താണെന്ന് വെളിപ്പെടുത്താതെ അവരായിട്ടത് മമ്മിയോട് പറയില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അപ്പുവിൻ്റെ പാരൻസിനേക്കാൾ നന്നായി ആ കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയുന്നത് മാളവികയ്ക്ക്. അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി മാളവിക ഇങ്ങനെ സ്വയം സഫർ ചെയ്യുന്നത് ശരിയല്ലേ? നോക്കു മാളവിക, ഒരിക്കൽ അറ്റംപ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടെന്ന് കരുതി അപ്പു ഇനിയും സൂയിസൈഡിന് ശ്രമിച്ചുകൂടായികയില്ല. അവളെ മറ്റൊരു സാറയാകാൻ വിട്ടുകൊടുക്കണോ നമുക്ക്? അവളുടെ പ്രശ്നം എന്താണെങ്കിലും, അതെത്ര പേഴ്സണൽ ഇഷ്യൂ ആണെങ്കിലും മാളവിക അതെന്നോട് തുറന്നു പറയണം. പ്ലീസ്, ഇറ്റ്സ് എ റിക്വസ്റ്റ്. അപ്പുവിൻ്റെ ഇപ്പോഴത്തെ ക്രൈസിസിന് ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റിയ, അതിലൂടെ രണ്ട് ഫാമിലിക്കും നഷ്ടപ്പെട്ട പലതും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയേക്കും. ആൻഡ് ഐ എം വെരി കോൺഫിഡൻറ്റ്. സോ പ്ലീസ്. അപ്പോ ഒരു ട്രാൻസ് പേഴ്സണാ. അതാ അവളുടെ പ്രോബ്ലം. യു മീൻ എ ട്രാൻസ് മാൻ? യെസ്. എപ്പോഴായിരുന്നു ആ കുട്ടി ഇക്കാര്യം എല്ലാവരോടും വെളിപ്പെടുത്തിയത്? ഈ അടുത്ത സമയത്തായിരുന്നോ? അതെ, ഏകദേശം 1 മാസത്തിന് മുൻപ്. മാളവികയും അപ്പോഴാണോ അതറിയുന്നത്? അതെ. ഓക്കെ. ഇനി മാളവിക കൂടുതൽ ഡീറ്റെയിൽ ചെയ്യണമെന്നില്ല. ചിത്രം ഏകദേശം വ്യക്തമാണ്. പക്ഷേ ഒരു സംശയം, വിജയങ്ങളും ഗീതേൻ്റെയും അപ്പുവിൻ്റെ ഈ തീരുമാനത്തെ എതിർത്തതുകൊണ്ടാണോ അപ്പു അന്ന് സൂയിസൈഡിന് ശ്രമിച്ചത്? അല്ല, അന്ന് അവർക്കതൊന്നും അറിയില്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ
കോളേജിലുണ്ടായ ചില ഇഷ്യൂസിന്റെ പേരിൽ എന്നെ അപ്പുവിൽ നിന്ന് അകറ്റാൻ അച്ഛനും അമ്മയും ശ്രമിച്ചു. അതപ്പുവിന് സഹിക്കാനായില്ല. അപ്പു ഇക്കാര്യം ആദ്യം എന്നോട് മാത്രമായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. അവളുടെ മനസ്സിനൊപ്പം ഞാൻ നിൽക്കണമെന്ന് അപ്പ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഞങ്ങളുടെ ഫാമിലീസ് തമ്മിൽ അകന്നു തുടങ്ങിയിരുന്നു. പക്ഷെ എന്നിട്ടും അപ്പുവിന് വേണ്ടി ഞാൻ വാദിച്ചു. അവൾക്ക് സപ്പോർട്ടായി നിന്നു. ആയിടയ്ക്കാണ് കോളേജിൽ എൻ്റെ സീനിയറായി പഠിക്കുന്ന അരുൺ ഭാസ്കർ എന്നൊരാളുടെ പ്രപ്പോസൽ വരുന്നത്. അപ്പുവിൽ നിന്ന് എന്നെ പൂർണ്ണമായി അകറ്റാൻ എൻ്റെ വീട്ടുകാര് അയാളുമായുള്ള വിവാഹം ഉറപ്പിച്ചു. അത് അപ്പുവിന് വലിയൊരു ഷോക്കായിപ്പോയി. എൻ്റെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുൻപാണ് അപ്പു സൂയിസൈഡിന് ശ്രമിച്ചത്. ഞാനൊരു കാര്യം തുറന്നു ചോദിക്കട്ടെ മാളവിക, നിങ്ങൾ തമ്മിലുള്ള ഈ തിക് ഫ്രണ്ട്ഷിപ്പിൽ ആർക്കൊക്കെയോ മറ്റൊരു തരത്തിൽ സംശയം ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അങ്ങനൊരു കഥ ക്യാമ്പസിലും പ്രചരിച്ചിരുന്നു. അരുണാണ് അതേക്കുറിച്ച് ആദ്യം എന്നോട് പറഞ്ഞത്. പിന്നെ അയാളത് VP അങ്കിളിനോട് സൂചിപ്പിച്ചു. അതുകൊണ്ടാവാം വീട്ടുകാർ കൂടി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അങ്ങനെ ഒരു സംശയത്തോടെ കാണാൻ തുടങ്ങിയത്. ഓക്കെ എപ്പോഴാണ് അപ്പോൾ ഒരു ട്രാൻസ്മാൻ ആണെന്ന് പബ്ലിക്കായി ഡിക്ലെയർ ചെയ്തത്? ഐ മീൻ, വീട്ടുകാരോടായിരുന്നോ ആ കുട്ടി ഇത് ആദ്യം പറഞ്ഞത്? അപ്പുവിൻ്റെ വീട്ടുകാരോട് ഞാൻ അതിനെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചത്. അപ്പു അന്ന് ഒരു സിംഗിങ് സ്റ്റേജിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷമാണ് അപ്പുവായിട്ട് തന്നെ തൻ്റെ നിലപാട് എല്ലാവരെയും അറിയിച്ചത്. അതോടെ എൻ്റെ വീട്ടിലും ആകെ പ്രശ്നമായി. അപ്പുവിനെ കാണാൻ പോലും എന്നെ അനുവദിക്കാത്തൊരു സ്ഥിതിയായി. അതോടെ അപ്പുവിനും വാശിയായി. കോളേജിൽ ഉൾപ്പെടെ താനൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്ന് അപ്പു വെളിപ്പെടുത്തി. ഓക്കെ ഇപ്പൊ എനിക്ക് എല്ലാം വ്യക്തമായി. പിന്നെ സംഭവിച്ചതിനൊക്കെ ഞാനും സാക്ഷിയാണല്ലോ. ഓക്കെ മാളവിക, ഇനി ഞാൻ സീരിയസ് ആയി ഈ വിഷയത്തിലേക്ക് ഇടപെടാൻ പോവുക. അതിന് മാളവികയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പിക്കാമല്ലോ. ഷുവർ ഡോക്ടർ, ഞാൻ എന്തിനും റെഡിയാണ്. ഓക്കെ, പിന്നെ തുടക്കത്തിലെ ഒരു കാര്യം ഞാൻ പറയാം. ഈ മിഷനിൽ ഞാൻ പൂർണ്ണമായും അപ്പുവിൻ്റെ സൈഡാണ്. എന്നുവെച്ചാ ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ അപ്പുവിനെ സ്വന്തം തീരുമാനത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാനല്ല ഞാൻ ശ്രമിക്കുന്നതെന്ന്. പകരം അപ്പു എടുത്ത തീരുമാനത്തിലേക്ക്, അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ട് എത്തിക്കുക എന്നതായിരിക്കും എൻ്റെ ദൗത്യം. ആ മിഷന് വേണ്ടിയാണ് എനിക്ക് മാളുവിൻ്റെ പൂർണ്ണ പിന്തുണ ആവശ്യമുള്ളത്. നൗ യു ഗോട്ട് ഇറ്റ്? പക്ഷേ ഡോക്ടർ അതെങ്ങനെ? എങ്ങനെ, എപ്പോ, എവിടെ വെച്ച്, അതൊക്കെ ഇപ്പോൾ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ്. ഏതായാലും ആദ്യം നമുക്ക് കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് മാളു ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും. എന്താ, സമ്മതമാണോ? അപ്പുവിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ വില്ലിംഗ് ആണ് ഡോക്ടർ. ഗുഡ്. എങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് തുടങ്ങാൻ പോവുക നമ്മുടെ ഈ മിഷൻ. ഓക്കെ? ഓക്കെ. താങ്ക് യു. എന്നാ വാ. ഹലോ, നമുക്കൊരു ജ്യൂസ് കഴിച്ചാലോ? എനിക്ക് വേണമെന്നില്ല. ഡോക്ടർ പോയിട്ട് വാ. ഏയ്, അതെന്താ പറച്ചിലാടോ? 2 പേരും കൂടി വന്നിട്ട് ഒരാൾ മാത്രമായിട്ട് അത് ശരിയാവില്ല. താനും വാ, ഓരോ ഫ്രഷ് ജ്യൂസൊക്കെ കഴിച്ച് നമുക്കൊന്ന് ചില്ലാവാന്നേ. വാ. വാ.
മാളവിക, താനെന്താ ഇവിടെ? ഇയാളെന്തിനാ ഇവിടെ വന്നത്? ജ്യൂസ് കഴിക്കാനല്ലേ? ഞങ്ങളും അതിന് തന്നെയാ വന്നത്. ഇത് ഇതെന്റെ ഫ്രണ്ട് ഡോക്ടർ ജോബിൻ. ഡോക്ടർ, ഇത് അരുൺ ഭാസ്കർ, എൻ്റെ സീനിയറാണ്. ഓ, ഹലോ അരുൺ. ഹലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു ജ്യൂസ് ഓർഡർ ചെയ്യട്ടെ? നോ താങ്ക്സ്. മാളവിക, ഒരു മിനിറ്റ്. നോ പ്രോബ്ലം, ക്യാരി ഓൺ. എന്താ അരുൺ? ആരാടോ? തനിക്ക് ഞാനറിയാതെ പുതിയൊരു ഫ്രണ്ട്? പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇയാൾക്ക് നല്ല പരിചയമാണെന്ന്. ഇനിയിപ്പോൾ ആ ഡോക്ടർ എൻ്റെ പുതിയ ഫ്രണ്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് അരുൺ ഭാസ്കറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? താനെന്താ എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് അയാൾക്ക് മുമ്പിൽ ആളാവാൻ നോക്കാണോ? കൂടെ ഒരുത്തൻ ഉണ്ടെന്ന് കരുതി വല്ലാതെ അങ്ങ് ഓവർ ആവല്ലേ? അരുൺ, മൈൻഡ് യുവർ വേർഡ്സ്. തന്റെ ചീപ്പ് ഷൈനിങ്ങിന് ഇത് ക്യാമ്പസ് അല്ല, പബ്ലിക് സ്പേസ് ആണ്. വാട്ട്സ് റോങ് വിത്ത് യു? അത് തന്നെ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. എന്താ നിന്റെ പ്രശ്നമെന്ന്? ആദ്യം അപ്പു, ഇന്നിപ്പോ എവിടെന്നോ പൊട്ടി വീണത് പോലെ ഒരു ഡോക്ടർ. ഇവരോടൊക്കെ കൊഞ്ചിക്കൊഴയാനും മുട്ടിരുമി നടക്കാനും തനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ കാര്യം വരുമ്പോ മാത്രം മെന്റൽ ഡിപ്രഷൻ ആണെന്ന്. ഇതൊക്കെ എന്നെ വെറും ഫൂളാക്കാനുള്ള നമ്പറാണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായല്ലോ. എങ്കിൽ താൻ പോയി തന്റെ പണി നോക്ക്. അതെടി, പണി നോക്കാൻ തന്നെയാ പോകുന്നത്. എന്നെ തേച്ചിട്ട് കണ്ടോമാർക്കൊപ്പം കറങ്ങി നടന്ന് അടിപൊളിയാവുന്ന നീ വിചാരിക്കണ്ട. മോളെ, നിന്റെ ഈ പുട്ടിയിട്ട് ഒരിക്കൽ മുഖമുണ്ടല്ലോ, ആസിഡ് ഒഴിച്ച് കരിച്ചു കളയാൻ ഞാൻ. അതോടെ തീരും നിന്റെ ഈ സൂക്കേട്. അരുൺ ഭാസ്കറിന് അങ്ങനെ ഒരു മുഖം കൂടിയുണ്ട്, ഓർത്തോ നീ? ഗെറ്റ് ലോസ്റ്റ് യു. എടി പോടി. എന്താ പ്രശ്നം ഇവിടെ? എന്റെ പ്രശ്നം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചാ മതി. എന്താടോ, ആരാ അയാള്? കോളേജിൽ സീനിയറായിട്ട് പഠിക്കുന്ന ഒരാളുടെ പ്രപ്പോസൽ വന്നു എന്ന് പറഞ്ഞില്ലേ, അതാ കക്ഷി. ഓ, താൻ ഒഴിവാക്കി വിട്ടെന്ന് പറഞ്ഞ ആള് ഇയാളായിരുന്നു അത്? എന്താ ഇപ്പൊ അയാളുടെ പ്രശ്നം? എന്നെ ഇവിടെ ഡോക്ടറിന്റെ കൂടെ കണ്ടത് അയാൾക്കത്ര പിടിച്ചില്ല. പിന്നെ അയാളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്ന ഒരു ഭീഷണി. ആള് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ, ജെന്റിൽമാൻ ആണല്ലോ. വാ, നമുക്ക് ജ്യൂസ് കുടിക്കാം. എന്താടോ, എന്തുപറ്റി? പെട്ടെന്ന് മൂഡ് ഓഫ് ആയല്ലോ. ഏയ് ഒന്നുമില്ല. അരുൺ ഭാസ്കർ തന്നെ നന്നായിട്ടൊന്ന് വിരട്ടിയ മട്ടുണ്ടല്ലോ. എനിവേ, കോൺഗ്രാറ്റ്സ് മാളവിക. കൺഗ്രാറ്റ്സോ? എന്തിന്? അയാളുമായിട്ടുള്ള പ്രപ്പോസൽ വേണ്ടെന്ന് തീരുമാനിച്ചതിന്. അങ്ങനെ ഒരാള് തനിക്ക് തീരെ മാച്ചല്ല. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താ ചിലപ്പോ തനിക്ക് പറ്റിയൊരാള് ഒരു നല്ല പ്രപ്പോസലുമായിട്ട് വരുമെന്ന് തോന്നുന്നു.